ഇങ്ങനെ അങ്ങോട്ട് തുറന്നപ്പോഴേ നല്ലൊരു മണം കണ്ട, നല്ല പൂ പോലെ നിൽക്കുന്ന റൈസൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ആട്ടോ ഇത്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. അത് എളുപ്പമാണേ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, അത്രയ്ക്ക് ഈസിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം. അതിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം വെച്ചിട്ട് അങ്ങ് കുക്കറിൽ വെക്കുക. ഒരു 3 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടോ. ഇനി നമുക്ക് നമ്മളുടെ റൈസ് ഉണ്ടാക്കാം. അതിനായിട്ടൊന്നുമില്ല, കുറച്ച് സ്പൈസസൊക്കെ ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, നാരങ്ങ പിഴിയുക, അവിടെ അടച്ച് വെക്കുക. വെള്ളം തിളച്ചാൽ നമ്മൾ അരിയുണ്ട് ഇടുക. അപ്പോൾ നമ്മളുടെ റൈസ് അവിടെ കിടന്ന് വെന്തു ഇതാ ഞാൻ ഊറ്റി വെച്ചിരിക്കുക കേട്ടോ. ഇനി വെരി ഈസി. പിന്നെ ഇവിടെ എന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ മോനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 3 എഗ്ഗ് ഞാനൊന്ന് അവനോട് ഇളക്കാൻ പറഞ്ഞിട്ട് അവൻ കിടന്ന് ഇളക്കുന്നുണ്ട് അവിടെ. ഇനി നമുക്കത് അങ്ങോട്ട് സ്ക്രാമ്പിൾഡ് ആക്കിയാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതാ നമുക്ക് അങ്ങനെ ചിക്കി അങ്ങോട്ട് എടുക്കാം. ഇത് അങ്ങ് ചിക്കി എടുക്കുന്ന സമയത്തേ ഞാനൊരു സീക്രറ്റ് പറഞ്ഞിട്ടേ, നമ്മുടെ ഫ്രൈഡ് റൈസിനൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടേ ഈ ചിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് നമ്മളുടെ സ്പ്രിങ് ഒനിയൻ ഇല്ലേ, അതും കൂടെ ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് നോക്കിയേ. നല്ലൊരു സ്മെല്ലും വരും, വേറെ തന്നെ ഒരു ടേസ്റ്റും തന്നെ ഇതിന് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ സ്ക്രാമ്പിൾഡ് ചെയ്ത എഗ്ഗിനെ നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ വെജീസാണ് കേട്ടോ. നിങ്ങളെ കയ്യിൽ എന്തൊക്കെ വെജീസ് ഉണ്ടോ അതൊക്കെ എടുത്തോ. ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുറച്ച് ഓയിലാട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഈ ഫ്രൈഡ് റൈസിൽ ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുതേ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്ത്. പിന്നെ നമ്മളെ വെജീസ് ആയിട്ടുള്ള കുറച്ച് ബീൻസ് കനം കുറഞ്ഞിട്ട് വേണം കേട്ടോ അതെല്ലാം അരിയാം. ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ വെജീസായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റാണ് എനിക്കിതെല്ലാം ഇട്ട് തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. നമ്മളുടെ വെജീസ് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഇതിലേക്ക് ഒരു എരിവിനായിട്ട് നമ്മൾ പെപ്പർ പൗഡറും 1 ടേബിൾ സ്പൂണ് സോയാ സോസും 1/2 ടേബിൾ സ്പൂണ് കെച്ചപ്പും കൂടെ യൂസ് ചെയ്തിട്ട് അങ്ങ് ഇളക്കുക. അത് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗില്ലേ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനെ അങ്ങോട്ട് ചിക്കിന്നാക്കിയിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ചും കൂടെ സ്പ്രിങ് ഓനിയനും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇപ്പം എന്താ കഴിഞ്ഞു. പിന്നെ നമ്മളുടെ വേവിച്ച് വെച്ച റൈസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തോ, സംഭവം റെഡിയാണ്. അപ്പോൾ ഈസി അല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ പിന്നെ കാണാവേ, ബായ്.